الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العلي العظيم. അള്ളാഹു നമ്മുടെ കൂടലും പിരിയലും അവൻ കബൂൽ ചെയ്യുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓതിയ ഈ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ മിമ്പറിൽ നിന്നും ലോകത്ത് മുഴുവനും കേൾക്കുന്ന ഒരായത്താണ്. സ്വഹാബാക്കൾ പറയുന്ന ഒരു വാക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം കാണാം. നബിതങ്ങൾ വെള്ളിയാഴ്ച നിർവഹിച്ച ഒരു ഖുതുബയിലും ഈ ആയത്ത് ഓതാതെ ഖുതുബ നിർവഹിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ ആയത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതായിരിക്കും. ഇങ്ങനെ ഒരു ആയത്ത് ഓതാത്ത ഒരു ഖുതുബ നബിതങ്ങൾ നിർവഹിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ആകാശത്തിന് ചുവട്ടിൽ എവിടെയെല്ലാം വെള്ളിയാഴ്ച ജുമുഅ നടക്കുന്നോ ആ പള്ളികളിലെല്ലാം ഈ ആയത്ത് മുസ്ലിമീങ്ങൾ കേൾക്കുന്നുണ്ട്, കേൾപ്പിക്കുന്നുണ്ട്. അല്ല, കേൾപ്പിച്ചിരിക്കണം. ഈ ആയത്തിൽ വളരെ വലിയ ഒരു ആശയം പഠിപ്പിക്കുന്നത്, നമ്മുടെ ആശയവിനിമയത്തിന് നാം ഉപയോഗിക്കുന്ന ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ വാക്കാണ്. ഒരു വാക്ക് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, ഇത് ആലോചിച്ചുകൊണ്ടല്ലാതെ ഒരു വാക്ക് പറയരുത്. നമ്മുടെ ഒരു വാക്ക് ഒരുപാട് മനസ്സുകളെ കോർത്തിണക്കും. നമ്മുടെ ഒരു വാക്ക് ഒരു ആശയത്തെ രൂപപ്പെടുത്തിയെടുക്കും. നമ്മുടെ ഒരു വാക്ക് ഒരു വലിയ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കും. നമ്മുടെ ഒരു വാക്ക് മനസ്സുമായി ഒരുപാട് അടുപ്പിക്കും. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് വലിയ ഉപകാരം ലഭിക്കും. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരു സ്നേഹബന്ധം തകർന്നടിയും. നമ്മുടെ ഒരു വാക്ക് വളരെ വലിയൊരു പ്രകോപനത്തിന് കാരണമാകും. നമ്മുടെ ഒരു വാക്ക് വളരെ വലിയൊരു പ്രക്ഷോഭത്തിന് കാരണമാകും. നമ്മുടെ ഒരു വാക്ക് ഒരു കുടുംബ തകർച്ചയ്ക്ക് കാരണമാകും. ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു ചുറ്റികയാണ്. ഒരു ചുറ്റിക കൊണ്ട് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് ഒരു മേട്ടം കൊടുത്താൽ അത് അവിടെ ഊട്ടി ഉറപ്പിക്കലാകും. ആ ചുറ്റിക കൊണ്ട് നാം മുട്ടുന്നത് ചിലപ്പോൾ അസ്ത്രം തെറ്റിയാൽ അത് വലിയ തകർച്ച സംഭവിക്കും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഒരു വെടിയുണ്ടയാണ്. പുറത്തു പോയാൽ പിടിച്ചാൽ കിട്ടൂല. അത് ചിലപ്പോൾ മറ്റൊരുത്തൻ്റെ കണ്ണിൽ തറച്ചേക്കും, മറ്റൊരുത്തൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞേക്കും. ആശയവിനിമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ വാക്ക്. അന്ന് അയാൾ ആ ഒരു വാക്കാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. എന്നെ IAS പ്രേരിപ്പിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്. ഞാൻ ഈ ഡോക്ടറേറ്റ് എടുക്കാൻ കാരണമായത് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്. അയാളുടെ ആ വാക്കാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഇങ്ങനെ നമ്മൾ സാധാരണ പറയും നമ്മുടെ ഒരു വാക്ക്. ഈ വാക്ക് പ്രയോഗിക്കുന്നത് മുസ്ലിമീങ്ങൾ എപ്പോഴും അതിസൂക്ഷ്മമായിരിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടുന്ന മുസ്ലിമീങ്ങളുടെ അതിപ്രധാനപ്പെട്ട ആരാധനാ രാജാവാണ് ജുമുഅ. ദുഹർ 4 നിസ്കരിക്കുമ്പോൾ ജുമുഅ 2 നിസ്കരിച്ചാൽ മതി. പക്ഷെ ആ 2 റക്അത്ത്
നിസ്കാരത്തിന്റെ സ്ഥാനത്തുള്ളതാണ് 2 ഖുതുബ. 2 റക്അത്ത് നിസ്കാരത്തിന് എന്തൊക്കെ നിബന്ധനകളുണ്ടോ അതിൽ ഖിബ്ലക്ക് മുന്നിടുക എന്നത് ഒഴിച്ച് മറ്റ് നിബന്ധനകളൊക്കെ ഖുതുബക്ക് ബാധകമാണ്. ഖുതുബക്ക് wudu ഉണ്ടായിരിക്കണം, ഖുതുബക്ക് ഔറത്ത് മറച്ചിരിക്കണം. അങ്ങനെ ഖുതുബക്ക് ഓരോന്നും 2 റക്അത്തിന്റെ നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് ഖുതുബ. ആ ഖുതുബയിൽ എല്ലാ വെള്ളിയാഴ്ചയും നബി തങ്ങൾ ഈ ആയത്ത് ഓതിയെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ്. എന്താണ് ആയത്ത് ആരംഭിക്കുന്നത്? അല്ലാഹു തആല കോടാനക്കോടി സൃഷ്ടി ചരാചരങ്ങളിൽ നിന്ന് വിശ്വാസികളെ വിളിക്കുന്നത് വല്ലാത്തൊരു വാത്സല്യത്തിലാണ്, വല്ലാത്തൊരു മമതയിലാണ് അള്ളാഹുവിന്റെ അഭിസംബോധന. യാ അയ്യുഹല്ലദീന ആമനു, ഞാനുമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്നവരെ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും വിശ്വാസികളെ. വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 10,000 ആളുകൾ ഈ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൽ ഒരാളാണ് ശരിയായ വിശ്വാസി. ആ വിശ്വാസിയെ അല്ലാഹു വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഞാനുമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്നവരെ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നമ്മുടെ ആ ബന്ധം നമുക്ക് നിലനിർത്തി പോകണം കേട്ടോ. നമ്മുടെ ആ നല്ല ബന്ധത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു വല്ലാത്ത ബന്ധമാണ്. അത് ഒരു അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. ഹൃദയത്തിന്റെ ബന്ധം എന്നത് ഒരു അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ശരീരം പോലെ അല്ലല്ലോ നമ്മുടെ മനസ്സ് എന്നത്. ശരീരം ഒരു മൺപാത്രമാണ് അല്ലേ? ശരീരം എന്ന് പറയുന്നത് ഇതൊരു മൺകൂജയാണ്. അതുകൊണ്ടാണല്ലോ ഇതിന്റെ വലിപ്പം വേഗത്തിൽ അളക്കാൻ പറ്റും. മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൂജ, ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കൂജയിൽ 1 ലിറ്റർ തന്നെ കൊള്ളുള്ളൂ. എന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ ഇതൊരു മൺപാത്രമാണ്. ഇത് കണ്ടെങ്കിൽ ഈ മൂക്കിന്റെ ഓട്ട എന്നും ഈ വലിപ്പം തന്നെ ഉണ്ടാവും. 90 വയസ്സായി വിചാരിച്ചത് ഓകാലം അതിലിങ്ങനെ വലുതായി വരില്ല, ഉണ്ടാവും. നമ്മുടെ കണ്ണ് എന്നും ഈ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ 110 വയസ്സ് ജീവിച്ചെന്ന് വിചാരിച്ചിട്ട് തീവണ്ടിന്റെ ലേറ്റ് പോലെ ഇത് രണ്ടും കൂടി വലുതായിട്ട് ഇങ്ങനെ നിൽക്കൂല. നമ്മളെ വായ കയറിയത് കണ്ടെങ്കിൽ ഒരു കണക്കാണ്. ഇതെന്നും ഇതന്നെ ഉണ്ടാവും അല്ലേ? എന്നാൽ ആരോ ചോറ് ഇങ്ങനെ ഉരുട്ടിന് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞത് തനിയിൽ വെക്കാനാണോ എന്ന് ചോദിച്ചു. അല്ല, ഇതിന് കണക്കാക്കിയിട്ടല്ലേ ഉരുട്ടേണ്ടതുള്ളൂ. ഇതെന്നും ഈ വലിപ്പം തന്നെ ഉണ്ടാവും. നമ്മുടെ കൈകാലുകൾക്ക്, നമ്മുടെ എല്ലാത്തിനും ഇതൊരു ഇതെന്താണ്? ഇതൊരു മൺപാത്രമാണ്. ഇത് ഇതിനേക്കാൾ വലുതാവും ചെറുതാവും. ഇതിങ്ങനെ നിൽക്കും, ഒരു പാകത്തെ വലിപ്പത്തിൽ അവിടെ നിൽക്കും. ഈ മൺപാത്രത്തെ കണക്കാക്കിയിട്ട് മനുഷ്യന് വിലയിരുത്തിയതാണ് എല്ലാ നിരീശ്വരവാദത്തിനും കാരണമായത്, യുക്തിവാദത്തിന് കാരണമായത്. അതേപോലെ തന്നെ ബിദ്അ പ്രസ്ഥാനക്കാരൊക്കെ ഉണ്ടായത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തതിനൊക്കെ അവർക്ക് നിഷേധിക്കേണ്ടി വന്നത് ഈ മൺപാത്രത്തെ വിലയിരുത്തിയിട്ട് മനുഷ്യനെ കണക്കാക്കിയതാണ്. ഈ മൺപാത്രം എന്നും ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഇതിനെ കണക്കാക്കിയിട്ട് മനുഷ്യനെ വിലയിരുത്താൻ പറ്റും. ഇത് മനുഷ്യനെ, ഈ അല്ലാഹു തആല നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ഒരു റൂഹ് മിൻ അംരി റബ്ബി. അത് റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ശക്തിയാണ്. അതിന് താമസിക്കാനുള്ള ഒരു ഇടം, ഒരു കൂട് ഒരുക്കിയതാണ് ഏത്? നമ്മുടെ ഈ മൺപാത്രം അല്ലേ? ചില കുട്ടികൾക്ക് അതുപോലെ തന്നെ അത്രയധികം ചിന്തിച്ചില്ലാത്തവർക്ക് എന്താ പറയുക, സാധനത്തിനല്ല ആവശ്യം ഉണ്ടാകുക, സാധനട്ട പാത്രത്തിന് ആവശ്യം ഉണ്ടാകുക അല്ലേ? നമ്മളൊരു ആഭരണം വാങ്ങിയിട്ട് നോക്കുമ്പോൾ ആഭരണത്തിന് നല്ലൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചാൽ ചില ആളുകളൊക്കെ പറയും, പിന്നെ അത് ഒഴിവാക്കുമ്പോൾ കൂട് എനിക്ക് തരണം കേട്ടോ അല്ലേ? അത് ഒഴിവാക്കുമ്പോൾ കൂട് എനിക്ക് തരണം കേട്ടോ. നല്ല അത്തറ് വാങ്ങിയാൽ നല്ല കുപ്പി കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ല? നല്ല വർണ്ണശബളിമയുള്ള കുപ്പി, അത് നല്ല അത്തറ് വാങ്ങണം, കിട്ടുള്ളൂ. ഞാൻ നാളെ അത്തറ് വാങ്ങാൻ ഒരു പീടിക്കാരി, അപ്പോൾ എൻ്റെ കയ്യുമ്മൽ ഇവിടെ തേച്ചു. അതിനെ വേണമല്ല അപ്പോൾ ഇവിടെ തേച്ചത്. ഇവിടെ 3ാമത്തെ തേച്ചപ്പോൾ ഞാൻ ചോദിച്ചത് വേദനയ്ക്ക് തേക്കണതാണോ എന്ന് ചോദിച്ചു. അല്ലാതെ എന്തെങ്കിലും ഒരു വാസന വരണ്ടേ? അപ്പോൾ ഇതല്ല അത്തറെന്ന് പറഞ്ഞത്. അത്തറിന് അടുത്തെത്തുമ്പോഴേക്ക് തന്നെ അതിൻ്റെ സ്മെല്ല്, അത് നല്ല കുപ്പിയിലാണ്. അപ്പം നമ്മളെ ചെറിയ കുട്ടികൾ ഈ പാത്രം കണ്ട ഈ അത്തറ ഒഴിവാകുമ്പോൾ കുപ്പി എനിക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞു. എന്ന പോലെ ഈ പാത്രത്തിന് വില കൽപ്പിച്ചതാണ് ഈ ആളുകൾ. നമ്മുടെ ഈ ശരീരം ഇതൊരു മൺപാത്രമാണ്. ഈ മൺപാത്രത്തിന് മാത്രം, പിന്നെ സാധനം സൂക്ഷിക്കുന്നത് അത്ര നല്ല മുന്തിയ സാധനമാകുമ്പോൾ പാത്രത്തിനൊരു വിലയുണ്ട്. അപ്പൊ നമ്മുടെ ഈ മൺപാത്രത്തിനല്ല, മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട്. അതാണ് റൂഹ്, ആ ആത്മാവ്. ആ ആത്മാവിന്റെ ലോകം എന്ന് പറയുന്നത് അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ ഒരിക്കലും സാധിക്കാത്ത ഒരു ലോകമാണ് ആത്മാവ്. നിങ്ങൾ നോക്കി, നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം. ആത്മാവിന്റെ വലിപ്പം എത്രയാണ്? നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആത്മാവിന്റെ വലിപ്പം ഒന്ന് നോക്കാം. നിങ്ങളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടില്ലേ?
ശരി, നിങ്ങളെ വീടൊന്ന് മനസ്സിൽ കാണി. നിങ്ങളെ വീട് കണ്ടു, നിങ്ങളെ പ്രദേശം, നിങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശം, അവിടുത്തെ ജുമാഅത്ത് പള്ളി, അവിടുത്തെ അങ്ങാടി, ആ നാട്ടിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോണത്, അവിടെയുള്ള പ്ലാവ്, മാവ്, അവിടെയുള്ള മരങ്ങൾ ബാക്കിയുള്ളത് ഒക്കെ കണ്ടോ? എല്ലാവരും കണ്ടോ? അങ്ങനെ നിങ്ങൾ എവിടെ എത്തി? ഇന്നലെ മജ്മഅയിൽ പോയില്ലേ? അല്ലാ, മജ്മഅ ഒന്നായിട്ട് അതൊന്ന് കണ്ടോളി. അങ്ങനെ ചുങ്കത്തറ ടൗണ്, എടക്കര ടൗണ്, ഇതെല്ലാം ഒന്ന് കണ്ട് ഈ കോട്ടെ. നിങ്ങളെ ഹൃദയത്തിൽ ഇനി സ്ഥലം ബാക്കിയുണ്ട്? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് അറിയാം, അല്ലെങ്കിൽ ഇല്ല. സ്വർണ്ണം മലക്കുകളെ ഇതാത്ത മറുപടിയിൽ യാതൊരു കാര്യമില്ല. നമ്മളെ പറയണേ നമ്മളെ വാക്കാണ്. മനസ്സിലായി? ഇനി സ്ഥലം ബാക്കിയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ട രാജ്യമാണോ വലുത്, നമ്മുടെ മനസ്സാണോ വലുത്? നിങ്ങൾ കോഴിക്കോട് പട്ടണത്തെ നോക്കും. കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നിച്ച് നമ്മളെ മർക്കസ് കോംപ്ലക്സ്, ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, പഴയ മൊഹീദ്ദീൻ പള്ളി, അങ്ങനെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മുഴുവനും നിങ്ങളെ ഹൃദയത്തിൽ വെച്ചിട്ട് ഇനി സ്ഥലം ബാക്കിയുണ്ട്? ഇനി സ്ഥലം ബാക്കിയുണ്ട്? ബാക്കി ഉണ്ടെങ്കിൽ പോയാൽ മതി നോളജ് സിറ്റിക്ക്, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളി. അത് 100 ഏക്കറിനാണ്. ഇനി സ്ഥലം ബാക്കിയുണ്ടോ? അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട ഈ സ്ഥലം 20 ലക്ഷം ആളുകൾ ഒന്നിച്ച് നിസ്കരിക്കുന്ന പള്ളിയാണ് മദീനത്തെ പള്ളി. യാ റബ്ബ്, അത് നമ്മുടെ ഹൃദയത്തിൽ വെക്കാൻ. അപ്പൊ നമ്മുടെ ഹൃദയം അതൊരു ലോകമാണ്. നമുക്ക് അളന്നോ എണ്ണിയോ തൂക്കിയോ തിട്ടപ്പെടുത്താൻ കഴിയാത്ത മറ്റൊരു ലോകമാണ് ഈ ആത്മാവിന്റെ ലോകം. ഇതിനെപ്പറ്റി പഠിക്കണം, അപ്പോഴാണ് മനുഷ്യനെ മനസ്സിലാവുക. അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഈ ആത്മാവിനെ നിയന്ത്രിക്കുന്ന, ഈ ആത്മാവിനെ സംശുദ്ധമാക്കുന്നതും, ഈ ആത്മാവിനെ മലിനമാക്കുന്നതും, ഈ ആത്മാവിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതും, ഈ ആത്മാവിനെ പ്രകോപിതമാക്കുന്നതും, ഈ ആത്മാവിനെ പ്രചോദിതമാക്കുന്നതും, ഈ ആത്മാവിനെ ആത്മസംയമനത്തിലേക്ക് നയിക്കുന്നതും, ഈ ആത്മാവിനെ ആത്മവിമർശനത്തിലേക്ക് നൽകുന്നതും, ഈ ആത്മാവിനെ അഹംഭാവത്തിലേക്ക് നയിക്കുന്നതും, ഈ ആത്മാവിനെ അഹങ്കാരത്തിലേക്ക് തള്ളിവിടുന്നതും എല്ലാം നമ്മുടെ വാക്കിന്റെ ഒരു പങ്കാളിത്തമാണ്. ആ ആത്മാവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം, യാ അയ്യുഹല്ലദീന ആമനു, ഞാനുമായി ആത്മീയ ബന്ധത്തിൽ നിൽക്കുന്നവരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, ആ ബന്ധം നമുക്ക് സുഖകരമാക്കി തുടരണം കേട്ടോ. അള്ളാഹു പറയാണ്, നമ്മൾ തമ്മിലുള്ള ആ ബന്ധം നമുക്ക് സുഖകരമായി തുടരണം. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വഖൂലു, പറഞ്ഞോളി, വഖൂലു ഖൗലൻ സദീദ, വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ എന്തു പറയണം? പറയുന്ന നിങ്ങൾക്കും കേൾക്കുന്ന മറ്റുള്ളവർക്കും ഉപകാരമുള്ളതേ പറയാം. അതാണ് ഖൗലുൻ സദീദ് എന്ന് പറഞ്ഞാൽ. ഖൗലും സദീദ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ഉപകാരമുള്ളത്, പറഞ്ഞവർക്കും കേട്ടവർക്കും സന്തോഷമുള്ളത്, പറഞ്ഞവർക്കും കേട്ടവർക്കും ആനന്ദമുള്ളത്, പറഞ്ഞവർക്കും കേട്ടവർക്കും ഉപകാരപ്രദമായി അതേ പറയാം. അപ്പൊ അല്ലാഹു തആല, അള്ളാഹുമായുള്ള നല്ല ബന്ധം തുടരാൻ ഒറ്റ ഡിമാൻഡ് നമ്മളോട് പ്രധാനമായിട്ട് പറഞ്ഞു, വഖൂലു ഖൗലൻ സദീദ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ നാവിനാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ തകർത്ത് കളയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ നാവിനാണ്. ഇവിടെ ഹദീസിൽ ഇതിന്റെ വ്യാഖ്യാനം എഴുതിയെടുത്ത് കാണാൻ പറ്റും. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളാണ്, നിങ്ങളെ ചെറിയ പ്രായത്തിൽ ശീലിച്ചു വന്നാൽ നിങ്ങൾ അത്ഭുതകരമായിരിക്കുന്ന ഭാവി സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ വാപ്പയോട്, നമ്മുടെ ഒരു ഗുരുവിനോട്, നമ്മുടെ ഒരു കൂട്ടുകാരനോട്, നമ്മുടെ ഒരു അയൽവാസിയോട്, ആരോടും നമുക്ക് ഇടപഴകാനുള്ളതൊക്കെ നമ്മുടെ സംസാരത്തിലാണ്. ഇടപഴകാനുള്ളതൊക്കെ നമ്മുടെ സംസാരത്തിലാണ്. നമ്മൾ അള്ളാഹുവിനോട് ആശയവിനിമയം നടത്തുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. നമ്മൾ ആരോടും ആശയവിനിമയം നടത്തുന്നത് നമ്മുടെ വാക്കുകളിൽ. ആ വാക്ക് എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരണം. എന്താണ് ഈ വസിയത്ത് എന്ന് പറഞ്ഞാൽ? എടാ പോടാ എന്ന് വിളിച്ചിട്ട് പറയുന്ന വാക്കിനല്ല വസിയത്ത് എന്ന് പറയാം. ചില മക്കൾ പറയാലോ, എൻ്റെ അമ്മ മരിക്കണ സമയത്ത് അവസാനം എൻ്റെ ചുമലിങ്ങനെ കൈവച്ചിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റൂല, അത് ഉമ്മാൻ്റെ ഒരു വസിയത്താണ് അല്ലേ? അതാണ്. അപ്പൊ അതാ ആ സ്വഹാബി ഔസിനി, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെക്കണം. അംസിക് അലൈക ലിസാനക്, അംസിക്, നീ പിടിച്ചു വെക്കണം നിനക്ക് വേണ്ടി ലിസാനക്ക, നിന്റെ നാവിനെ. നിന്നെ ഏറ്റവും അപകടപ്പെടുത്തുന്നത് നിന്റെ നാവാണ്. നിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് നിന്റെ നാവാണ്. അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെക്കണം. ഇത് കേട്ട ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നാവിൽ ചില വസ്തുക്കളൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കുമായിരുന്നു. എന്തുകൊണ്ട്? പടച്ചോനെ, നാവ് കൊണ്ട് വല്ലതും പറഞ്ഞിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടാത്തതായി പോകുമോ, നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തതായി പോകുമോ? നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയ ആലോചന, എന്താ പറയേണ്ടത്, പറയണോ പറയണ്ടേ, അതാണ് ഒന്നാമത്തെ ആലോചന. അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഇത് പറയണോ പറയണ്ടേ, ഒന്ന്. രണ്ടാമത്തെ ഒരു ആലോചന, അത് ഇപ്പൊ തന്നെ പറയണോ പറയണ്ടേ. മൂന്നാമത്തെ ഒരു ആലോചന, ഇപ്പൊ നമ്മളെ മനസ്സിൽ വരാൻ വേണ്ടി വിചാരിച്ചൊരു സംഗതി ഉണ്ടല്ലോ, ഓനെ വിട്ടാ പറ്റൂല എന്നുള്ളത്, അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ. നാലാമത്തെ ഒരു ആലോചന, ഞാനത് അവനോട് നേരിട്ട് പറയണോ പറയണ്ടേ. അംസിക് അലൈക. ഇങ്ങനെ 4 ആലോചന കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായി പറയാതിരുന്നത് നന്നായി, പറയാതിരുന്നത് നന്നായി. ഇതാണ് നമുക്ക് വിലപ്പെട്ട ഒരു ഉപദേശം. എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഖുതുബയിലും ഒരേപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തിന്റെ ഏറ്റവും പ്രധാനത്തിൽ ഓർമ്മപ്പെടുന്നത്, നിങ്ങളും ഞാനുമായുള്ള നല്ല ബന്ധം തുടരാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ നാവിനെയാണ്. നിങ്ങളും ഉമ്മയും തമ്മിലുള്ള ബന്ധം തുടരാൻ, നിങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള, നിങ്ങളും പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളെയും തകർത്ത് കളയുന്ന ഒരു ആയുധമാണ് നമ്മുടെ നാവ് എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളെ നാവ് കൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് സ്വർഗം ഞാൻ ഒപ്പിട്ട് തരാം. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളൊക്കെ ഇപ്പൊ ചെറിയ പ്രായമുള്ള മക്കളാ. അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് മാറോട് അണച്ച് ചേർത്ത് പിടിക്കാൻ ഖുർആനിലെ ഒരു വാക്ക് മതി. 60 കൊല്ലം ഇണയും തുണയുമായി ജീവിച്ചിരിക്കുന്ന ഭാര്യയെ ഇനി കണ്ടുപോകാൻ പാടില്ലാതിരിക്കാൻ നാവിന്റെ ഒരു വാക്ക് മതി. അത് തൊലാക്കായിട്ട് വരും. നമ്മുടെ ഒരു വാക്ക് അത് രാജ്യത്ത് എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ, അതാണ് വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ പറയുന്ന വാക്ക് എപ്പോഴും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരമാകുന്നുണ്ടോ അത് ആലോചിച്ചേ പറയാം, അത് ചിന്തിച്ചേ പറയാം. ഇതിനെ ബലപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറിയ പ്രായത്തിലെ മക്കളെ, നിങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വളർന്നു ഉയർന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അതോടൊപ്പം അങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് ശീലിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അള്ളാഹു ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണത്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നമ്മൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തുടരും. അതാണ് യുസ്ലിഹ് ലക്കും അഅമാലക്കും എന്ന് പറഞ്ഞാൽ, അല്ലേ? നിങ്ങളെ അമല് അള്ളാഹു നിങ്ങൾക്ക് നന്നാക്കി തരും എന്ന് പറഞ്ഞാൽ എന്താണ്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നമ്മൾ തമ്മിൽ ആ ബന്ധം ഊഷ്മളമായി തുടരാൻ പറ്റും. ആ ബന്ധം തുടരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും മറ്റും സംഭവിച്ചിട്ടുണ്ടോ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതൊക്കെ മാപ്പാക്കും. അല്ലാഹു തആല എത്ര വലിയൊരു ആശയമാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പഠിതാക്കളും ചെറിയ പ്രായക്കാരുമായ നിങ്ങളോട് വളരെ പ്രത്യേകമായി ഉണർത്തുന്നത്, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആദരവിനെയും നമ്മുടെ ബഹുമാനത്തെയും നമ്മുടെ വാത്സല്യത്തെയും നമ്മുടെ അനുസരണത്തെയും നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വാക്ക്. നമ്മളുമായി ഒരാൾ വളരെ സന്തോഷത്തോടുകൂടെ ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ സംസാര ശൈലി, നമ്മുടെ വാക്ക്, നമ്മുടെ മൂല്യം നിർണയിക്കപ്പെടുന്നതാണ് നമ്മുടെ വാക്ക്. ആളൊക്കെ തിരക്കുള്ളവന്റെ വർത്താനം ഒരാളോട് പറയാൻ പറ്റാത്തതാണ്. എത്ര ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾ, എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ,
അവരുടെ എല്ലാ പദവിയും അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ ബഹുമതിയും ഒക്കെ നശിപ്പിക്കുന്നതാണ് അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക്. ബഹുമാനപ്പെട്ട സമസ്തയുടെ 7ാമത്തെ അധ്യക്ഷനായി വന്ന മഹാനാണ് മൗലാന MA ഉസ്താദ്. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കുമാറാവും. 95 വയസ്സ് ജീവിച്ചതിനിടക്ക് MA ഉസ്താദിന്റെ നാവിൽ നിന്ന് ഒരു മോശപ്പെട്ട പദം പ്രയോഗിച്ചതായി ഒരാളും കേട്ടിട്ടില്ല. അവിടുത്തെ ഭാര്യയോ അവിടുത്തെ കൂട്ടുകാരോ അവിടുത്തെ കൂടപ്പുറപ്പായ പെങ്ങളോ അതല്ലെങ്കിൽ കൂടെ ജീവിച്ച ഒരാളോ നാവ് കൊണ്ടൊരു മോശപ്പെട്ട വാക്ക് പറഞ്ഞതായി കേട്ടിട്ടില്ല. സമസ്തയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ദീൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് സമസ്തയുടെ അധ്യക്ഷ കസേരയിലേക്ക് എത്തി. സുലൈമാ ഉസ്താദിന്റെ നാവ് കൊണ്ട് ആരെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്നതോ വെറുപ്പിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ സംസാരത്തോട് യോജിക്കാത്ത, നമുക്കൊക്കെ ചിലപ്പോൾ ഉമ്മാര് വരെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ലോകത്തിലൊരു അമുക്കാന്ന് വിളിക്കും അല്ലേ? ഒരു ലോകത്തിലുണ്ട് നമുക്ക് എന്ത് വിളിച്ചാല് ഹംക്കെന്ന് വിളിച്ചാല്. പണ്ട് കുണ്ടൂർ ഉസ്താദിനെ ഒരാൾ ഹംക്കെന്ന് വിളിച്ചു. അപ്പൊ ഒപ്പമുള്ളവർക്കൊക്കെ ദേഷ്യം പിടിച്ചു. അപ്പൊ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, ഇതിനെ പറ്റി നല്ലോണം അറിയണത് വാനിക്കാന്ന്. അപ്പൊ എന്താ ഉസ്താദ്, എന്റെ വാപ്പാക്കൊക്കെ പണ്ട് കൃഷിയേനി, ഞങ്ങളൊക്കെ കൃഷിക്കാരാണ്. ഹംക്ക് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി നല്ലോണം അറിയുന്നത് വാനിക്കാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നല്ലതിനെ നല്ലതുകൊണ്ട് വ്യാഖ്യാനിക്കും നല്ല മനുഷ്യന്മാർ, മോശപ്പെട്ട വാക്കിനെയും എങ്ങനെ വ്യാഖ്യാനിക്കുക? നല്ലതുകൊണ്ട് വ്യാഖ്യാനിക്കുക. അതാണ് നല്ല മനസ്സ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഒരു വാക്ക് നമ്മുടെ മൂല്യനിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുട്ടികളായ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളൊക്കെ നല്ല വാക്ക് പറഞ്ഞ് ശീലിക്കണം. അതാണ് അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു, ഞാനുമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്നവരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, നമുക്ക് ആ ബന്ധം തുടർന്നുകൊണ്ടേ പോകണം. അതിന് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾക്കും കേൾക്കുന്നവർക്കും ഉപകാരമുള്ളതേ നിങ്ങൾ സംസാരിക്കാവൂ. നിങ്ങളെ വാക്ക് അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നാം തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തുടരാം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, തീർച്ചയായും കഴിഞ്ഞ കാലത്തെ തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ഞ്ഞു പോകും. നല്ല ബന്ധത്തിൽ തുടരാൻ സാധിക്കും. ഈ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മുഴുവൻ ഖുത്ബകളിലും കേട്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതാതെ ഒരു ഖുത്ബ അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, നാം അല്ലാഹുവിൻ്റെ അടിമകളാണ്, നാം മാതാപിതാക്കളുള്ള മക്കളാണ്, നാം ഗുരുനാഥന്മാരുള്ള ശിഷ്യന്മാരാണ്, നാം കൂട്ടുകാരുള്ള സഹപ്രവർത്തകരാണ്, നാം നേതാക്കളുള്ള അനുയായികളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നല്ല വാക്കുകൾ സംസാരിച്ച് ശീലിക്കണം. ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നമ്മുടെ ഈ ക്യാമ്പിൽ നടക്കേണ്ട എല്ലാ ക്ലാസ്സുകളും പ്രോഗ്രാമുകളും ഒരു ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. ഞാനായിട്ട് സംസാരിച്ച് ദീർഘിപ്പിക്കാൻ പാടില്ല എന്ന ബോധം എനിക്കുണ്ട്. നിങ്ങളൊക്കെ കുറെ കൂടി ഹാപ്പിയായി, കുറെ കൂടി സന്തോഷകരമായി. എനിക്ക് ക്ലാസ് എടുക്കാനുള്ളത് നമ്മുടെ അമാനി അവറുകളാണ്. അദ്ദേഹം അകലെ നിന്ന് യാത്ര ചെയ്തിട്ട് വരിക. അത്ര യാത്ര ചെയ്ത് ദൂരെ നിന്ന് വരുന്ന അദ്ദേഹത്തിന് ഇല്ലാത്ത ക്ഷീണം ഇവിടെ തൊട്ടടുത്ത മൂത്തയിടത്തുനിന്ന് കിടക്കരുന്നു ഇപ്പം മജ്മഅയിൽ കടന്നുറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്ന നിങ്ങൾക്കുണ്ടായി എന്ന് പറഞ്ഞാൽ അത് തീരെ പാടില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ഹാപ്പി ആയിട്ട് നിങ്ങളൊക്കെ ഇരുന്നാൽ നല്ല വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അല്ലാഹുവേ, ഖൈറായതിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിദ്യാർത്ഥികളെ, നിങ്ങൾ തിരിയുന്നത് ഇവിടെയുണ്ട്. ഒരു ക്ഷമ നിങ്ങൾക്ക് വേര് നൽകും, പേരും ചൂരും നൽകും.